അപ്പോൾ എൻഡോമിയിലേക്ക് വരാം. എൻഡോമിയാണ് നിങ്ങളൊരു സ്റ്റാർ പ്രൊഡക്റ്റ്. ഇൻഡോമി എങ്ങനെയാണ് പിന്നെ വാപ്പയാണ് കൊണ്ടുവരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അല്ലേ? അതെ, ഇൻഡോമി ഇപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഹോൾസെയിൽ വിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ സ്ട്രോങ് ആയി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഫാദർ ഞാൻ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ വിങ് വേറെ തന്നെ എന്ത് ചെയ്യാം. കാരണം ഈ ഹോൾസെയിൽ ഡിവിഷൻ ചെയ്യുമ്പോൾ ഹോൾസെയിലിൽ ഒരു ഇതുണ്ട്, അതിൽ നമ്മൾ ഡയറക്റ്റ് ലോഡുകളാണ് കൊടുക്കാം എല്ലാവർക്കും. അതേപോലെ ലെറ്റ്സ് കോയമ്പത്തൂർ, ട്രിവാൻഡ്രം, കൊച്ചി, ഇപ്പോൾ ഈ മാർക്കറ്റ്സിലൊക്കെ നമുക്ക് ഇപ്പോൾ തിരൂരൊക്കെ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ മാർക്കറ്റിൽ ആൾറെഡി നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അവർക്ക് നമ്മൾ ഡയറക്റ്റ് ലോഡുകൾ കൊടുക്കും. ഇതിൽ നമ്മൾ അപ്പോൾ നിങ്ങൾ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ആണ്. ഇതിന്റെ CNF ഏജൻസി ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളെ സ്റ്റോക്കിസ്റ്റുകളായിരിക്കും. ഈ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ത്രൂ ഇവിടെ വരുള്ളൂ. അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൾറെഡി ഒരു ചാനലാണ്. അതായത് ഇപ്പോൾ ഫാദർ ഉണ്ടാക്കിയപ്പോൾ ആ ചാനലിലൂടെ എന്ത് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ പിന്നെ എനിക്കാണെങ്കിലും ഞാൻ കുറേ ഇതിൽ വലിയൊരു ഗിമിക്സ് മാജിക്സ് ഞാൻ പിന്നെ ചെയ്യാനില്ല. ആൾറെഡി ഇത് എന്തായിക്കോളും, അത് കാര്യം പുഷ് കൊടുത്താൽ മതി. ആ പുഷിൽ ബിസിനസ് അവിടെ നടക്കും. ഒബ്വിയസ്ലി കോമ്പറ്റീഷൻസും എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. ബട്ട് ഇനിയോ ഒരു അപ്പർ ഹാൻഡ് വിൽ ബി ദർ. കാരണം ആൾറെഡി ഫാദർ ഇത്രയും വർഷമായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പം ഞാൻ വന്നപ്പോഴും ഫാദറും എന്നോട് പറഞ്ഞു ഇതല്ലാതെ ഒരു പുതുതായിട്ട് എന്ത് ചെയ്യും. അന്ന് നമ്മൾ സൂപ്പർ മാർക്കറ്റ് കോൺസെപ്റ്റ് ഇതൊക്കെ നന്നായിട്ട് ഡെവലപ്പായി വരുന്നൊരു സമയമായിരുന്നു. ലെറ്റ്സ് സേ ഒരു 10-12 വർഷം ബാക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2013-14 കാലഘട്ടത്താണ് 15 കാലഘട്ടത്തിലാണ് ഞാൻ എന്ത് ചെയ്തത്, ടോട്ടലി ഇൻവോൾവ് ആയി വന്നത്. ഇതിൽ നിന്ന് നമ്മളെ റീറ്റെയിൽ സ്റ്റോറിൽ നിന്ന്. അപ്പൊ ഇൻഡോമി എപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങൾ 2017 ആയിരിക്കും ഇൻഡോമി കൊടുത്തിട്ടുണ്ടാവുക. ഇൻഡോമി കൊണ്ടുപോകുന്നത്. അതെ, അതായത് അപ്പോൾ ആദ്യം ഞാൻ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാനായിട്ട് ഞങ്ങൾ പഞ്ചാബിൽ ലവ്ലി, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി, LP ലവ്ലി പ്രൊഫഷണൽ, അവരെ ഒരു പ്രൊഡക്റ്റ് ആണ് ലവ്ലി സ്വീറ്റ്സ്, ലവ്ലി ബേക്ക് സ്റ്റുഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ശൈശവ മിത്തൽ എന്ന് പറയും. അത് നല്ല ഫ്രണ്ട് തന്നെയാണ് നമ്മളെ. അപ്പോൾ അവരെ, അതായത് അവർ ബേസിക്കലി ശരിക്കും സ്വീറ്റ്സിൻ്റെ മാനുഫാക്ചേഴ്സ് ആണ്. സ്വീറ്റ്സ്, അതായത് ലവ്ലി സ്വീറ്റ്സ് അവരുടെ പിന്നെയാണ് ഈ LP ലവ്ലി യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്ട്സും, കാരണം ഫാദറിന് ആൾറെഡി അവരുടെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റും പിന്നെ ഒരു ഡാനിമ എന്ന് പറഞ്ഞ ഒരു കുക്കീസൊക്കെ ഉണ്ടായിരുന്നു ചണ്ഡീഗഡ് ബേസ് ചെയ്ത്. നമ്മളെ ഡാനിഷ് കുക്കീസ് ഉണ്ടല്ലോ, ടിന്നിൽ വരുന്ന 400 ഗ്രാമിൻ്റെ ടിന്നിൽ വരുന്ന കുക്കീസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ഞാൻ ആദ്യം കൊടുന്ന് ഡിസ്ട്രിബ്യൂഷനിൽ, കാരണം ഇത് മറ്റേ പ്രൊഡക്ട്സ് നമുക്ക് ഹോൾസെയിൽ പ്രൊഡക്ട്സ് ആണ്. അതൊരു സൂപ്പർ മാർക്കറ്റ് ബേസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സ് അല്ല. കൂടുതലും പറയുകയാണെങ്കിൽ പെട്ടിക്കടകളും ചെറിയ ബേക്കറികളും അങ്ങനത്തെ ഒരു ഇതിൽ പോകുന്നത്. ബട്ട് ദ വോളിയം വിൽ ബി ബിഗ്, ബട്ട് ഇതിന്റെ ഒരു ചാനൽ ഈസ് ഡിഫറെന്റ്. അപ്പോൾ ആ സമയത്ത് എത്ര നിങ്ങൾക്ക് എത്രത്തോളം റീറ്റെയിലേഴ്സ് നല്ലത് പറയാം, എത്രത്തോളം റീറ്റെയിലേഴ്സ് നിങ്ങൾ കൊടുക്കേണ്ടിയിരുന്നു? അയ്യോ, അതിന്റെ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വിൽ ബി മാസീവ്. തൗസൻഡ്സ് ഓഫ് നമ്പേഴ്സ് ആയിരിക്കും അതിന്റെ റീറ്റെയിലേഴ്സ്. കാരണം അത്രയും കാരണം അതിന്റെ ക്യാൻഡീസ് ആണ് 50 സെന്റും 100 രൂപേന്റെയും ക്യാൻഡീസും കാര്യങ്ങളൊക്കെ. പെട്ടിക്കടക്കാരനും സൂപ്പർ മാർക്കറ്റും ഒക്കെ ആ സാധനം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ എല്ലാവരും മേടിക്കുന്നുണ്ടോ വെച്ചാൽ എല്ലാവരും നമ്മൾ എന്തെങ്കിലും ഒരു സാധനം മേടിച്ചിട്ടുണ്ടാവുന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ പറയുമ്പോൾ ഇപ്പൊ ആ പ്രൊഡക്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പൊ സൗത്തിൽ ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ കോയമ്പത്തൂരോ കേരളത്തില് നമ്മൾ ആ സാധനങ്ങൾ കഴിക്കാത്ത ആളുകൾ കുറവായിരിക്കും എന്ന് പറയാം. കാരണം പെട്ടിക്കടകളിലടക്കം ഇപ്പോൾ സിൻഡു എന്നൊക്കെ പറയും. ബട്ട് അതൊരു ബ്രാൻഡ് കോൺഷ്യസ് സാധനങ്ങളല്ല. ബട്ട് നിങ്ങളൊക്കെ ഇപ്പോൾ സാധാരണ സിഗരറ്റ് അടക്കം കത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് ചില്ലറ ബാക്കി മേടിക്കുമ്പോൾ മേടിക്കുന്ന ക്യാൻഡീസ് അങ്ങനത്തെ. അപ്പോൾ അതിൽ ആ ഇപ്പോൾ ക്യാൻഡിമാൻ അറിയുന്നുണ്ടാവില്ല എല്ലാവർക്കും. ക്യാൻഡിമാൻ്റെ കോൺട്രാക്ട്. ഇപ്പോൾ ക്യാൻഡിമാൻ നിങ്ങൾ മേടിക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ നോക്കുക, പ്രൊഡക്ട്സ് മേടിക്കുമ്പോൾ പ്രയാഗ് ന്യൂട്രി പ്രൊഡക്ട്സ് ആയിരിക്കും അതിൻ്റെ മാനുഫാക്ചർ. ക്യാൻഡിമാൻ മാനുഫാക്ചർ ചെയ്യുന്നതും ലവിറ്റൊക്കെ മാനുഫാക്ചർ ചെയ്യുന്നതും പ്രയാഗാണ്. പ്രയാഗിന്റെ ഒക്കെ സ്റ്റോക്കിസ്റ്റ് നമ്മളാണ് ഇവിടെ. അപ്പൊ ക്യാൻഡിമാനും അടിച്ചു കൊടുക്കുന്നത് പ്രയാഗ് തന്നെയാണ് ഇൻ ദയർ ബ്രാൻഡ്. അപ്പോൾ ഇതിന്റെ അവരെ സിൻഡു എന്ന് പറഞ്ഞ ബ്രാൻഡാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഫുള്ള്. സിൻഡു ലാവി എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ്സ് ഉണ്ട്, അതാണ് നമ്മളിവിടെ കാര്യമായിട്ട് പുഷ് ചെയ്യുന്ന ബ്രാൻഡ്സ്. അപ്പൊ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡിസ്ട്രിബ്യൂഷനിലേക്ക് വന്നു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ എന്നോട് അഗൈൻ ഫാദർ പറഞ്ഞ കാര്യം, ഇത് അഗൈൻ യു വാണ്ട് ടു ക്രിയേറ്റ് എ ന്യൂ വിങ്. ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഒരു പുതുതായിട്ട് ഒരു വിങ് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അഗൈൻ ദർ വിൽ ബി അഗൈൻ ചലഞ്ചസ്. കാരണം ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അല്ല ഇതിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. അപ്പോൾ ഇതിൽ ലെറ്റ്സ് അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രിട്ടാനിയ, കാഡ്ബറി ഇങ്ങനത്തെ ഡിസ്ട്രിബ്യൂഷൻ ചെയിൻ ആയിട്ട് പോകുന്ന സപ്ലൈ ചെയിനിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടി വരിക എന്നാണ്. അപ്പോൾ അഗൈൻ ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ നമുക്ക് ആൾറെഡി ആ വിങ് ഇതാണല്ലോ. അപ്പോൾ അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഈ വിങ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ. അങ്ങനെ പ്രൊഡക്ട്സ് ആഡ് ചെയ്ത് ഞാൻ ഇതിൻ്റെ സെയിൽസ് ടീം വേറെയാണ്. ഇത് കാര്യത്തിൽ തന്നെ വേറെ സെയിൽസ് ടീമിനെയും ആളുകളൊക്കെ എടുത്ത് എസ്എമ്മിനെയും എസ്എമ്മിനൊക്കെ നമ്മൾ വേറെ തന്നെ ക്രിയേറ്റ് ചെയ്ത് ഈ വിങ്ങിനെ വേറെ തന്നെ ആയിട്ട്. അല്ല, അപ്പൊ എൻഡോമി പറഞ്ഞ സാധനത്തിന് നിങ്ങൾ എങ്ങനെ അങ്ങോട്ട് കൊണ്ടുവന്നു? അതെ, അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ ഡിസ്ട്രിബ്യൂഷൻ വിങ് ഉണ്ടാക്കി. ഇതാണ് 2 പ്രൊഡക്ട്സ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഈ ഡാനിമ ലവ്ലി പ്രൊഫഷണൽ അവരെ പ്രൊഡക്റ്റ്. അങ്ങനെ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞാൽ ലവ്ലി യൂണിവേഴ്സിറ്റിയുടെ
അവരുടെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. അതിൽ നമ്മൾ ആൽമണ്ട് കുക്കീസ്, ഇപ്പോൾ നമ്മളെ ഇവർ സൺഫീസിൻ്റെ ഡാർക്ക് ഫാൻറ്റസി പോലത്തെ ബോക്സ് ഇതുണ്ടല്ലോ, മോണോ ബോക്സസ് 6 പീസ് ഷാസസ് വരുന്നത്, അത് അങ്ങനത്തെ കുക്കീസ്. അതിൽ കോക്കനട്ട്, ആൽമണ്ട്, പിന്നെ അങ്ങനെ ഓസ്ട്രേലിയൻ എൻസാക്ക് എന്ന് പറഞ്ഞിട്ട് റൈസിൻസിൻ്റെ ഇതിൻ്റെ ഒക്കെ ആയിട്ടുള്ള പല കോമ്പിനേഷൻസിലെ പിസ്ത, അങ്ങനത്തെ പ്രൊഡക്റ്റ് ആയിരുന്നു. പക്ഷെ നല്ല അടിപൊളി ക്വാളിറ്റി. ഇപ്പോഴും ഞാൻ പറയും അങ്ങനത്തെ പ്രൊഡക്ട്സ് ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും. അതായത് അതിനായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു. പഞ്ചാബിൽ മാനുഫാക്ചറിങ് ഇൻ പഞ്ചാബ്. അതായത് ഒന്ന് ഇത് ജലന്ധറും മറ്റേത് ചണ്ഡീഗറും ആയിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്ട്സ് ഇവിടെ, അപ്പോൾ എനിക്ക് ആ പ്രൊഡക്റ്റിൽ ഞാൻ മനസ്സിലാക്കിയത് നല്ല പ്രൊഡക്റ്റ് ആയിരുന്നു, അടിപൊളി ക്വാളിറ്റി ഒക്കെ ആയിരുന്നു. പക്ഷേ എഗെയിൻ ഇത് ഇവിടെ വന്ന് ഞാൻ നല്ല രീതിയിൽ എല്ലായിടത്തും മാർക്കറ്റ് ചെയ്ത് പുഷ് ചെയ്തു, സാമ്പിളിങ്ങും ആക്ടിവിറ്റീസും ഒക്കെ ചെയ്തു. കാരണം പ്രൊഡക്റ്റിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ആയിരുന്നു. കാരണം ഒബ്വിയസ്ലി ഈ പ്രൊഡക്റ്റ് നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇതൊക്കെ കാണുമ്പോൾ ഇതെന്തായാലും ഒരു വിഷയം പൊളിക്കും എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അപ്പം വർക്കൗട്ട് ചെയ്ത് സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പ്ലേസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇതിന് വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടിൻ കുക്കീസിനും ഇതിനൊക്കെ കൂടുതലും നമ്മളിവിടെ കേരളത്തിലൊക്കെ പൊതുവേ മോയ്സ്ചർ കണ്ടന്റ് കൂടുതലായിരിക്കും. ഹ്യൂമിഡിറ്റി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഹ്യൂമിഡിറ്റി പൊതുവേ കൂടുതൽ. അപ്പോൾ ഈ പ്രൊഡക്ട്സിന് പലതിനും ഹ്യൂമിഡിറ്റി ഇഷ്യൂസ് കൊണ്ട് തണുക്കാനും പ്രൊഡക്ട്സ് കസ്റ്റമേഴ്സിന് ഇതിൽ ചില പ്രൊഡക്ട്സിനൊക്കെ 4 months ഇതൊക്കെ ഷെൽഫ് ലൈഫ് ഉള്ളൂ. എഗ്ലെസ് ബേക്കിംഗ് ആണ്. അപ്പോൾ ചില ഇതിനൊക്കെ എന്ത് ചെയ്യുക 2 മാസം കഴിഞ്ഞാൽ തന്നെ പ്രൊഡക്ട്സിൻ്റെ നമ്മളെവിടുത്തെ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ രീതി മാറാൻ തുടങ്ങി. അപ്പോൾ അഗെയിൻ അപ്പോൾ ഇവരും നല്ല നല്ല ഓഫ് ടേക്കൊക്കെ വന്ന് ആദ്യം. പിന്നെ അഗെയിൻ പിന്നെയും ഇത് വരുന്നത് ഈ സെയിം റെപ്യൂട്ടേഷൻ ലാമിനേറ്റ്സ്, കുറേ പ്രൊഡക്റ്റിൻ്റെ ലാമിനേറ്റ്സിൽ ഒരു വർക്കൗട്ട് ചെയ്ത് കുറേ ചെയ്ത്. പക്ഷെ അപ്പോഴത്തേക്കും ഈ ഒരു ഇഷ്യൂസും കാരണങ്ങളായി എന്തായി ആളുകൾക്കിടയിൽ, അതായത് ഈ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബെസ്റ്റ് നമ്മൾ ഇറക്കുമ്പോൾ പ്രൊഡക്റ്റ് നല്ല ബെസ്റ്റ് ക്വാളിറ്റി എല്ലാ കാര്യങ്ങളായിരിക്കും. ഇതിൻ്റെ പാക്കേജിങ്ങോ വേറെ പല ബ്രാൻഡ്സും നോക്കിയാലും മനസ്സിലാവും. ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടല്ല ഇത് ചെയ്യുന്നുണ്ടാവും, പ്രൊഡക്റ്റിൻ്റെ പാക്കേജിങ് ക്വാളിറ്റി പോലും ശരിയായിട്ടില്ലാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഫ്രഷ്നെസ്സിന് കാര്യം കൊടുക്കാൻ കഴിയണമല്ലോ. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാണെങ്കിൽ അഗെയിൻ പ്രൊഡക്റ്റ് വിൽ ഗെറ്റ് ഡാമേജ് ആവും. ഇപ്പോൾ ഷാൻബ്രോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു ഈ ബിസ്ക്കറ്റ് നിങ്ങളവിടെ മാർക്കറ്റിൽ പോയി മേടിച്ചു, നിങ്ങൾക്ക് വിചാരിച്ചു തണുത്തേണ്ട കിട്ടിയത് അല്ലെങ്കിലും ഇതായി കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റ് ക്രിസ്മസോ കാര്യങ്ങളോ കിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പ്രൊഡക്റ്റ് കൊള്ളില്ല. ഒബ്വിയസ്ലി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അഗെയിൻ അവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അഗെയിൻ ഇവിടെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് വന്നിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഗെയിൻ താര ഇത്രയും വർഷങ്ങളായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ട്. ഹോൾസെയിലേഴ്സിനായാലും അഗെയിൻ എല്ലാവരുടെ ഇടയിലും നമുക്കൊരു പേരുള്ളതാണ്. അപ്പോൾ എന്ത് നഷ്ടപ്പെടാൻ പാടില്ല. അഗെയിൻ താര ഒരു പ്രൊഡക്റ്റ് തന്നു, ഇതിനെ സെറ്റിൽ ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും മോശമാണ്. ഞങ്ങളന്ന് ഏകദേശം എല്ലാ മാർക്കറ്റ്സിനും എല്ലാ പ്രൊഡക്ട്സ് ഒക്കെ ബാക്കിയിലൊക്കെ ടേക്ക് ബാക്ക് ചെയ്ത് തിരിച്ചയച്ച് ഒക്കെ പഞ്ചാബിലൊക്കെ തിരിച്ചയച്ചിട്ട് സെറ്റിൽ. എഗെയിൻ ഇപ്പോഴും എനിക്ക് അതിൽ നിന്ന് ഒരു 10-22 ലക്ഷം രൂപ ഇപ്പം കിട്ടാണ്ട്, ഇപ്പോഴും കിട്ടാണ്ട്. അതായത് അന്നത്തെ ബിസിനസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് ആ എമൗണ്ടിൽ നിന്ന് സെറ്റിൽ ചെയ്തിട്ട് ഞങ്ങളെ റീറ്റെയിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും സെറ്റിൽ ചെയ്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ പാർലേൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരുന്നു, ബ്രിട്ടാനിയൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവരൊക്കെ നമ്മൾ സെറ്റിൽ ചെയ്യിച്ചു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാളെ ഇനി അവരുടെ അടുത്തേക്ക് വേറെ പ്രൊഡക്ഷൻ കൊണ്ട് ചെല്ലുന്നുണ്ട്. ഇത് ഇവർ പല ആളുകളും എനിക്ക് അഡ്വാൻസ് തന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായി അഗെയിൻ നമുക്ക് അന്ന് അവിടെ നഷ്ടപ്പെടുന്നത് ചിലപ്പോൾ ഈ എമൗണ്ട് ആയിരിക്കും. ബട്ട് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ എൻ്റെ ഒരു ക്രെഡിബിലിറ്റിയോട് ഈ ചെയിനാണ് അവിടെ എന്ത് ചെയ്യുന്നത് സ്പോയിൽ ആവുന്നത്. അപ്പോൾ പിന്നെയും ഇതിനെത്രയും ക്രിയേറ്റ് ചെയ്ത് തിരിച്ച് ഇതേമാതിരി ഒരു ചെയിൻ ഉണ്ടാക്കുന്ന ഇറ്റ് വിൽ ബി അഗെയിൻ അത്രയും പ്രോസസ്. കാരണം അത് മാർക്കറ്റിൽ ഓൾറെഡി നോണോ അത് ഓരെന്നെയാണ്. അത് ഓരെന്നെയാണ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊണ്ടുവരുമ്പോഴും ഇവർക്കൊക്കെ പേടിയാവും. അതായത് അന്ന് നമുക്ക് തന്നതാണ് പിന്നെ എടുക്കൂല. അന്ന് എന്നോട് ഫാദർ പറഞ്ഞ കാര്യമുണ്ട്, ഒരിക്കലും എന്താ വരുന്നത് നമ്മളൊരു ചെയിൻ ഇറ്റ്സ് അവർ നെറ്റ്വർക്ക് ഈസ് അവർ നെറ്റ്വർത്ത്.